സൂപ്പർ അതുകൊണ്ടാണ് ഇത് വ്ളോഗർമാരുടെ ഇടയിൽ ഈ പിന്നെ യൂട്യൂബേഴ്സിന്റെ ഇടയിൽ ഈ സാധനം ഇത്രയും കത്തി നിൽക്കുന്നത്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് വേറൊരു മച്ചാൻ കേട്ടോ, രാജൻസ് വ്ളോഗ്. മച്ചാനും വ്ളോഗ് ചെയ്തിട്ട് പോവുകയാണ്. നമ്മളപ്പോൾ സിറ്റി ചോയ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ബർദുബായി കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് കണ്ടാണ്. എന്താ പാട്, എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാ സുഖം തന്നെ ഉണ്ട്. കൺഗ്രാറ്റുലേഷൻ ഫോർ 50K. താങ്ക്സ് ബ്രോ. ബട്ട് ഞാൻ വിളിച്ചിരുന്നു. ரொம்ப മിസ് பண்ணேன். ഓക്കെ, നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ കേക്ക് കട്ടിങ്ങിന് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു രാജൻസ് വ്ളോഗ് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ മച്ചാൻ തിരക്കിലായിട്ടില്ല. എന്തായിരുന്നു அன்னைக்கு கொஞ்சம் வெயிட் பண்ணிருந்தேன். அப்புறம் ஃப்ரெண்ட் ஊர்ல இருந்து வந்து இந்தியால சோ நான் டிராப் பண்ண போய். ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാം. അപ്പോൾ ഞാൻ ഷോപ്പ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. സിറ്റി ചോയ്സ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർദുബായ് മീന ബസാർ ഉണ്ടോ. അപ്പോൾ നിങ്ങൾ അവിടെയാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് വരുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഷർഫ് DG മെട്രോ സ്റ്റേഷനിൽ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിറ്റി ചോയ്സ്, നിങ്ങൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ സിറ്റി ചോയ്സ് കാണിച്ചു തരും. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഷോപ്പിനുള്ളിൽ കയറാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുണ്ട പോലെ തന്നെ നമ്മുടെ DSLR ക്യാമറ, മിറർലെസ് ക്യാമറ എല്ലാത്തിൻ്റെ കളക്ഷൻസ് നോക്കും മക്കളെ. നിങ്ങൾ എത്ര പോരം കളക്ഷൻസാണ്. അജ്മൽ ബ്രോ ഒക്കെ നമ്മുടെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ ഒക്കെ റെഡി ആയി നിൽക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്, ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു നല്ല ക്യാമറൻ്റെ, അതായത് ക്യാമറൻ്റെ എല്ലാ മോഡലും നല്ല നല്ല പ്രൈസിന് കിട്ടുന്ന നല്ല ഷോപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ നമ്മുടെ സിറ്റി ചോയ്സിന് നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എല്ലാ മോഡലും നമുക്ക് അന്ന് കാണിക്കാൻ വേണ്ടിയിട്ടില്ല. പക്ഷേ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DSLR ക്യാമറ, അതുപോലെ തന്നെ മിറർലെസ്സും, പിന്നെ അതുപോലെ തന്നെ GoProൻ്റെ നമുക്ക് എല്ലാം അടങ്ങിയിട്ടുള്ള നല്ല കിടിലം ബോക്സ് പീസുകളും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നമ്മുടെ ആ ഒരു GoProൻ്റെ സെറ്റ് പീസിന് എന്താ നമ്മൾ പറയാ, GoPro ബണ്ടൽ തന്നെ പറയാം. അതായത് GoPro വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ബേസിക് ആയിട്ട് ഇപ്പം വരുന്ന 8, അതേപോലെ 9ന്റെ ബണ്ടൽ, 8ന്റെ ബണ്ടൽ ഒക്കെ ഉണ്ട്, 10ന്റെ ബണ്ടൽ എല്ലാം അവൈലബിൾ. അതേപോലെ ഇൻസ്റ്റയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റ 1R, അതേപോലെ അതിന്റെ പിന്നെ 2 അടിച്ച് 4K അടിച്ച്, പിന്നെ 1x2, പിന്നെ GoTo എല്ലാം ഉണ്ട്. അതേപോലെ പിന്നെ എന്താ പറയാ, ഒന്നും ഇല്ലാണ്ടില്ല. ജസ്റ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവർക്കുള്ള വീഡിയോ ഉണ്ട്, നിങ്ങൾ റിക്വസ്റ്റ് ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ഇതേപോലെ ഇലക്ട്രോണിക്സ് ചെയ്തിട്ട് എന്ത് പ്രൊഡക്റ്റിൻ്റെ വീഡിയോ നിങ്ങൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, നമ്മൾ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇറക്കാം. അയ്യോ ഞാനുണ്ട്. ഹായ്. അപ്പോൾ തന്നെ നമുക്ക് ഇന്നത്തെ കളക്ഷൻസാണ് തുടങ്ങാം. നമുക്ക് ചെറുന്ന് തുടങ്ങാം, വലുന്ന് തുടങ്ങാം. ഫസ്റ്റ് ബിഗിനിങ് തന്നെ തുടങ്ങാം. അതാ ഏറ്റവും നല്ലല്ലേ റൈസ്. ഓ ശരി, തുടക്കത്തിലായിക്കോട്ടെ. അപ്പൊ തുടക്കത്തിൽ പറഞ്ഞു തരാ, ഫസ്റ്റ് 4000 അതാകുമ്പോ 18 മെഗാ പിക്സൽ HDR ക്ലാരിറ്റി നമ്മുടെ കാനോണ്ട് 1855 ലെൻസോട് കൂടി വരും. പിന്നെ അതിനും കുറച്ചും കൂടി ഒന്ന് ബെറ്റർ വേണമെന്നുണ്ടെങ്കിൽ അതിനും കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2000D വരും. അത് പ്രൈസല്ലോ ഞാൻ ഫസ്റ്റ് പറയാം. പ്രൈസല്ലോ നിങ്ങൾക്ക് നമ്മളെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താലോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താലോ സ്റ്റാർട്ടിങ്. അതെ, നമുക്കൊരു 1200 മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് ഉണ്ട്. ബിഗിനിങ്ങിന്റെ പറഞ്ഞു. അടുത്ത നമ്മൾ അതിൽ കുറച്ചുകൂടെ പോയാൽ നമുക്കിപ്പോൾ ടച്ച് സ്ക്രീൻ ഓപ്പൺ വീഡിയോ 4K വീഡിയോ ഒക്കെ വേണമെങ്കിൽ ഇപ്പോൾ 850D ഉണ്ട്, പുതിയ വന്നതാണ്. 850D 4K വീഡിയോ ആണ്. ഓക്കെ, അത് ഓൾമോസ്റ്റ് ഒരു 3000. അതെ, 3000 ദിറംസിൽ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. അങ്ങനെ നമുക്ക് അടുത്ത അതിൻ്റെ നമ്മൾ പ്രൊഫഷണലിലേക്ക് കടന്നു പോകുമ്പോൾ കുറച്ച് ഇപ്പോൾ 90D കുറച്ചുകൂടെ ബെറ്റർ. അതെ, അതിനുശേഷം വന്നത് അതെ 90D. പിന്നെ മിറർലെസ്സിൽ ഇപ്പോൾ ഫുൾ ഫ്രെയിമിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി USRP ഉണ്ട് സ്റ്റാർട്ടിങ് റേഞ്ചിൽ. അതെ, USRP ഒരു 4000 എബോവ് റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മിറർലെസ്സിൽ ഫുൾ ഫ്രെയിം ക്യാമറയാണ്. ഓക്കെ, നിക്കോണിൻ്റെ Z50 ഉണ്ട്. ഇതിലേക്ക് നമുക്ക് കിറ്റ് ലെൻസ് വരുന്നുണ്ടോ? അതെ, ഇതിൽ 24-105 കിറ്റ് ലെൻസ് അടക്കമാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് EOS തന്നെ ഇപ്പോൾ R സീരീസിൽ R6, R5, EOS R, പിന്നെ
സോണീൻ്റെ ഇപ്പോൾ A7 III സോണിന്റെ ഒരുപാട് പേര് നമ്മളോട് സോണിന്റെ മോഡൽസ്. അതെ A7 III A7 R3 Mark III നമ്മളോട് കുറെ പേര് ചോദിച്ചിരുന്നു. A7 III മാർക്കൊക്കെ എങ്ങനെ നമുക്ക് നല്ല പ്രൈസ് നല്ല റിവ്യൂ ആണ്. അതായത് A7 III നമുക്ക് പ്രൈസ് സ്റ്റാർട്ടിങ് തുടങ്ങി 6,000 എബോ ആണ്. അപ്പോൾ അതിൽ നിന്ന് റേഞ്ച് അതിൻ്റെ കിറ്റിൽ ബോഡിയുടെ പ്രൈസാണ്, പിന്നെ കിറ്റ് വേറെ പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം, നല്ല പ്രൈസ് തരും. പിന്നെ സോണിയുടെ തന്നെ ഇപ്പോൾ സോണിയുടെ A7 സീരീസിൽ ഇപ്പോൾ 7 III 7C A7 R3 R4 A7S3 എല്ലാം അവൈലബിൾ ആണ്. A1 അങ്ങനെ എല്ലാ ക്യാമറകളും അവൈലബിൾ ആണ്. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും നമ്പർ തരും, വീഡിയോയിൽ ഷബീർ നമ്പർ തരും, നമ്മളെ കോൺടാക്ട് ചെയ്താൽ ഇപ്പോൾ പ്രൈസ് തരും നിങ്ങൾക്ക്, ബെസ്റ്റ് പ്രൈസ്. കനോണിൽ തന്നെ ഇപ്പോൾ R സീരീസ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 5D Mark IV ആണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമുക്ക് പ്രൊഫഷണൽ ക്യാമറയിൽ ഒരു ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ഒരു ക്യാമറയാണ് 5D Mark IV. ഈ 5D Mark IV 24-5 F4L IS2 USM കിറ്റ്. അതിൻ്റെ കിറ്റുകളാണ് നമ്മൾ നിറഞ്ഞു കിടക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇപ്പോൾ നമുക്ക് ഇൻക്ലൂഡ് ആകുന്നത് ഈ 24-105 ലെൻസ്, ബാറ്ററി, ചാർജർ, അതിൻ്റെ സ്ട്രാപ്പുകളാണ്. അത് അത്ര ഇതില്ലെങ്കിൽ നമുക്കിപ്പോൾ 6D Mark II ഉണ്ട്. 6D Mark II ഇപ്പോൾ ഒരു 5,000 ആ റേഞ്ചിൽ വരുന്ന ക്യാമറയാണ് 6D Mark II ബോഡി 6D Mark II. അപ്പോൾ എന്തിനും പ്രൈസ് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓൾമോസ്റ്റ് പ്രൈസാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് പ്രൈസ് തരാം. സ്പെഷ്യലി നമ്മുടെ ഷബീറിൻ്റെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആളൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യലി ഡിസ്കൗണ്ട് ഉണ്ടാവും. അതെ തീർച്ചയായും. അപ്പോൾ ക്യാമറേൻ്റെ പിന്നെ ലെൻസുകൾ ഇതൊക്കെ ബാക്ക് സൈഡൊക്കെ അതിൻ്റെ ലെൻസുകളൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ അതൊരു വ്ളോഗിങ്ങിൽ ഇപ്പോൾ GoPro ഉണ്ട്. ഇത് GoPro 10ൻ്റെ കോംബോ ആണ് ഇത്, അതായത് ബണ്ടൽ പാക്ക്. ഇതിൻ്റെ കൂടെ ഇപ്പോൾ എക്സ്ട്രാ ഇതിൻ്റെ കൂടെ ഉള്ളത് 10ഉം അതിൻ്റെ എക്സ്ട്രാ ബാറ്ററി, ഒരു ഷോർട്ടി സ്റ്റിക്ക്, മെമ്മറി കാർഡ്, അതിൽ 2-3 വെറൈറ്റീസിൽ ബണ്ടിൽ വരുന്നുണ്ട്. അതിൻ്റെ ഒരു 3-way ഹാൻഡിലുള്ള ബണ്ടിൽ വരുന്നുണ്ട്. പ്രൈസ് ഓൾമോസ്റ്റ് എല്ലാം 2,000 എബോവ് ആണ്. 2,100 ആ റേഞ്ചിലാണ് കോംബോ വരുന്നത്. അതിൻ്റെ വിത്തൗട്ട് കോംബോ വരുന്നത് നമുക്ക് ഓൾമോസ്റ്റ് 1,800 റേഞ്ചിലാണ്. കോംബോ അല്ലാത്ത 10ൻ്റെ പാക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ. അതായത് ഇത് 10ൻ്റെ നോർമൽ പാക്കാണ് ഇത്. അതെ, മുമ്പ് ചെയ്തതിനേക്കാൾ ഇപ്പോൾ GoProനൊക്കെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. GoPro 10 ഇപ്പോൾ 1,750 ആ റേഞ്ചാണ് വരുന്നത്. അതെ 10 ഇത് 10ൻ്റെ ബണ്ടിൽ പാക്ക്. അപ്പോൾ 10 അതേപോലെ തന്നെ 9ലും എല്ലാം ഉണ്ട്, 2ഉം ഉണ്ട്. 9ൻ്റെ നോർമൽ പാക്കാണിത്. ഇപ്പോൾ നോർമൽ പാക്ക് നമുക്ക് പ്രൈസ് നല്ല പ്രൈസ് 1,370 തരാം. 1,350 ആ റേഞ്ചിൽ നമുക്കിപ്പോൾ 9 കിട്ടും വേണമെങ്കിൽ. അതിൻ്റെ 9ൻ്റെ ബണ്ടലും ഉണ്ട്. അതേപോലെ തന്നെ ഇത് 9 നോർമൽ പാക്ക്, ഇത് 9 ബണ്ടൽ പാക്ക്. ഇതിൻ്റെ കൂടെ ഒരു ഷോർട്ടി, പിന്നെ ഒരു 64 GB കാർഡ്, ഒരു എക്സ്ട്രാ ബാറ്ററി ഇതിൻ്റെ കൂടെ വരുന്നത് നമ്മുടെ 9ൻ്റെ ബണ്ടൽ പാക്കിൽ വരുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ പ്രൈസ് വരുന്നത് 1,650 ദിർഹംസ് ആണ്. അല്ല ഇനിയും നിങ്ങൾക്ക് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. പ്രൈസുകളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും ഇതിൻ്റെ. അതുകൊണ്ട് എപ്പോഴും കോൺടാക്ട് ചെയ്യുക, നമ്മളുമായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന പ്രൈസുകൾ തരുന്നതായിരിക്കും. അതുപോലെ 8 ഇപ്പോൾ വരുന്നുണ്ട്. 8 മുമ്പ് നോർമൽ പാക്കായിരുന്നു വന്നിരുന്നത്. 8ൻ്റെ നല്ലൊരു ഓഫർ പാക്ക് ഇപ്പോൾ ഉണ്ട്. 8ൻ്റെ ഓഫർ പാക്കിൽ ഇപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന ഒരു സ്പെഷ്യലി വാട്ടർ പ്രൂഫ് കേസ്, പിന്നെ ഒരു ഫ്ലോട്ടിംഗ് കേസ്, അങ്ങനെ ആ 2 കേസും പ്ലസ് ബാഗ്. മുമ്പ് 8 ബാഗില്ലാതെ ഒരു പ്ലാസ്റ്റിക് ഡബയിലാണ് വന്നിരുന്നത്. ഇപ്പോൾ അത് ബാഗോട് കൂടിയിട്ട് ഈ 2 കേസും ബാഗോട് കൂടിയിട്ടാണ് 8 വരുന്നത്. ഇതിൻ്റെ പ്രൈസ് നമുക്ക് ഓൾമോസ്റ്റ് വരുന്നത് 1,350 ആണ്. വളരെ നല്ല ഓഫറാണ് ഇത് നിങ്ങൾക്ക്. അതേപോലെ അത് കഴിഞ്ഞാൽ നമുക്ക് ആ വ്ളോഗിങ് സെക്ഷനിൽ അത് GoPro അല്ലാതെ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇൻസ്റ്റയുടെ എല്ലാ കളക്ഷനും ഉണ്ട്. അതെ, ഇൻസ്റ്റയുടെ 361 4K എഡിഷന് ഓൾമോസ്റ്റ് 1,250 ആ റേഞ്ചിൽ. അതിൻ്റെ 4K എഡിഷന് ടിൻ എഡിഷൻ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതായത് വിത്ത് വൈഡും പിന്നെ 360 മോഡും കൂടെ വരുന്ന ടിൻ എഡിഷൻ ഉണ്ട്. പിന്നെ ഇൻസ്റ്റ 1x2 കഴിഞ്ഞാൽ പിന്നെ അതേപോലെ ഇൻസ്റ്റ 360 Go 2 ചെറുത് നമുക്ക് ലോക്കറ്റൊക്കെ ആയിട്ട് ക്യാമറ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. എല്ലാ ഇൻസ്റ്റയിലുള്ള എല്ലാ അതിൻ്റെ മോഡലും അതിൻ്റെ എല്ലാ ആക്സറീസുകളും നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി അടുത്ത് നമ്മളിപ്പോൾ എന്താ പോകേണ്ടത്, നമുക്കിപ്പോൾ ജിംബൽസോ ഇനി നിക്കോണിലും എല്ലാ ക്യാമറയും നമ്മുടെ അടുത്ത് ഇവിടെ കിടക്കുകയാണ്. നിക്കോണിൻ്റെ D7500, നിക്കോണിൻ്റെ Z6 Mark II, Z7 Mark II എല്ലാ ക്യാമറകളും ഉണ്ട്.
അതെ Z60 ഒക്കെ പ്രൈസിലൊക്കെ ഇപ്പോൾ മുമ്പ് ഉണ്ടായിരുന്ന പ്രൈസിനെക്കാട്ടി ഇപ്പോൾ നല്ല പ്രൈസാണ്. ഓൾമോസ്റ്റ് Z50 ഇപ്പോൾ വരുന്നത് വിത്ത് 1650 കിറ്റോട് കൂടിയിട്ട് നമുക്ക് 3000 ആ റേഞ്ചിലാണ് വരുന്നത്. നിങ്ങൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ നമ്മൾ ബെസ്റ്റ് പ്രൈസ് തരുന്നതായിരിക്കും. ഇപ്പോൾ ഉള്ള ഒരു നോർമൽ പ്രൈസാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ലെൻസ് അതായത് ബ്രാൻഡുകളുടെ ഇപ്പോൾ നിക്കോണിൻ്റെ ലെൻസുകൾ 70 കനോണിൻ്റെ ലെൻസുകൾ ഇതിനൊക്കെ പറ്റിയത് നമുക്കിപ്പോൾ സിഗ്മയുടെ എല്ലാ ലെൻസുകളും നമുക്ക് അവൈലബിൾ ആണ്. സിഗ്മയുടെ ഇനിയും സിഗ്മയുടെ ലെൻസുകളുണ്ട്. അല്ല സിഗ്മ ഒക്കെ നല്ല ലെൻസുകളാണ്. സിഗ്മ ലോ ബഡ്ജറ്റ് അല്ല, ലോ ബഡ്ജറ്റിലും ഉണ്ട്. ഇല്ല സിഗ്മയിൽ വില കൂടിയ ലെൻസുകളുണ്ട്. അത് 24-70 ഇപ്പോൾ 85-1.4 35-1.4 ഇപ്പോൾ 35-1.4 ഒക്കെ സോണി ഒറിജിനൽ നമുക്കിപ്പോൾ 5000 എബോവ് വരുമ്പോൾ ഇതിൽ 3000 എബോവ് അത് ചെറിയ പക്ഷേ 1.4 അതേ ക്വാളിറ്റി കിട്ടുന്ന ലെൻസുകളാണ് സിഗ്മയുടെ. എല്ലാം മെയ്ഡ് ഇൻ ജപ്പാൻ. അതെ കുറച്ചുണ്ട്. അതുപോലെ ടെമ്പ്രോൻ്റെ ലെൻസുകൾ ഇത് ലെൻസുകളൊക്കെ ഇതേ ക്വാണ്ടിറ്റി നമ്മുടെ അടുത്ത് മുകളിൽ ഒരു ഷോറൂം പോലെ തന്നെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മുകളിലൊക്കെ നമ്മുടെ അടുത്ത് എല്ലാ സാധനങ്ങളും ഇത് കിടക്കുകയാണ്. നമ്മളിപ്പോൾ ഷോപ്പിൽ ഈ സ്ഥലപരിമിതി കൊണ്ടുള്ള സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. നമ്മളെ മുകളിൽ ഇതേപോലത്തെ ഒരു ഷോപ്പ് മൊത്തമായിട്ടുള്ളതിൽ ക്യാമറ എക്സറീസും ക്യാമറ ലെൻസുകളും ക്യാമറകളുമാണ് ഇതിന് മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഒരു കാനോൺ എടുക്കുന്നവർക്ക് നമുക്ക് സ്റ്റാർട്ടിംഗ് ലെവലിൽ അതായത് വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അത് നമുക്ക് ഒരു M50 Mark II ക്യാമറ അതായത് ഇപ്പോൾ വ്ളോഗിങ് ലെവല് ഈ ബെസ്റ്റ് ക്യാമറയാണിത്. 4K വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നമുക്ക് ഓൾമോസ്റ്റ് 2500 ആ റേഞ്ചാണ് വരുന്നത്. 2500 ആ റേഞ്ചിൽ. പക്ഷേ വൺ ഓഫ് ബെസ്റ്റ് വ്ളോഗിങ് ക്യാമറയായിട്ട് ഇപ്പോൾ നല്ല മൂവ്മെൻ്റ് ഉള്ള ക്യാമറയാണ് കാനോണിൻ്റെ M50 Mark II. M50 Mark II M50 ഉണ്ട്, M50 Mark II ഉണ്ട്. ഇത് M50 Mark II ആണ്. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് ഒരു മിറർലെസ് വേണ്ടെങ്കിൽ കാനോണിൻ്റെ ഒരു 250D ഉണ്ട്. 250D ഇതും വ്ളോഗിങ്ങിനെ പറ്റിയ ഇതും വ്ളോഗിങ് പർപ്പസിന് ബെസ്റ്റ് ക്യാമറയാണ്. അധികം വലുപ്പമില്ലാതെ അതേ 4K വീഡിയോ ഓപ്ഷനിൽ 250D ഓൾമോസ്റ്റ് സിമിലിയർ റേഞ്ചാണ് ഇത് നമുക്ക് വരുന്നത്. പക്ഷെ നമുക്ക് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിറർലെസ് ഉപയോഗിക്കുന്ന ഒരു സ്മൂത്ത്നെസ് ഒരിക്കലും വ്ളോഗിംഗ് പർപ്പസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് വ്ളോഗിംഗ് പർപ്പസ് ആകുമ്പോൾ നമുക്ക് ഓട്ടോ ഫോക്കസും കാര്യങ്ങളും കുറേ അതെ ഇതിപ്പോൾ ഒരു മിഡിൽ റേഞ്ചിൽ നല്ല ഫോട്ടോഗ്രാഫിക്ക് നല്ല വീഡിയോനും വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സ്വന്തം ആവശ്യത്തിന് വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ വളരെ ബെസ്റ്റ് ഒരു ക്യാമറയാണിത് 250D. ഇപ്പോൾ നമ്മുടെ ഇവിടെ എക്സ്പോ ഒക്കെ ആയിട്ട് ഈ 250Dയുടെ ഒരു കോംബോ പാക്ക് വന്നിട്ടുണ്ട്. ആ കോംബോ പാക്കിൽ നമുക്ക് വരുന്നത് നമ്മളിപ്പോൾ കാണിക്കാനൊക്കെ കോംബോ പാക്ക് ഇവിടെ അതെ നമ്മുടെ കോംബോ പാക്ക് വെച്ചിട്ടുണ്ട്. 250D എക്സ്പോയുടെ ഒരു പാക്കേജാണ് ഇത്. 250Dക്ക് കോംബോ പാക്ക്. ഇതിൻ്റെ കൂടെ വരുന്നത് അതായത് ഒരു ഡബിൾ ലെൻസ് കിറ്റ്, ഒരു 75-300 ലെൻസ്, അതിൻ്റെ കൂടെ ഒരു ക്യാമറ ബാഗ്. ലെൻസ് അപ്പേച്ചർ അത് കൂടെ 1855യുടെ സാധാരണയുള്ള മറ്റേ 3.5ഉം മറ്റേത് 4.5 5.6 ആ ലെൻസാണ് വരുന്നത്. പിന്നെ കൂടെ അതിൻ്റെ കൂടെ ഒരു ബാഗും മെമ്മറി കാർഡൊക്കെ അടക്കം നല്ല ഓഫർ പ്രൈസാണ്. ഓൾമോസ്റ്റ് 3100 റംസിൽ മെമ്മറി കാർഡ് കൂടെ വരുന്നുണ്ട്. അതിൻ്റെ 32 GB മെമ്മറി കാർഡ് 32 അതെ 30 GB മെമ്മറി കാർഡ്, പിന്നെ 2 ലെൻസ്, ബാഗ് അടക്കമുള്ള നല്ലൊരു ഓഫർ കിറ്റാണ് ഇതിപ്പോൾ കസ്റ്റമർക്ക്. നല്ല പ്രൈസാണ് ദുബായ് എക്സ്പോ. പിന്നെ ബ്ലോഗിംഗ് പർപ്പസിന് പിന്നെ ഏറ്റവും നല്ല കുറച്ചുകൂടെ റേഞ്ചിൽ പോവാണെങ്കിൽ സോണിയുടെ 6400. ഇതിപ്പോൾ സോണിയുടെ ലോ മിഡിലുള്ളതാണ്. പക്ഷേ ഇതിനിപ്പോൾ മുമ്പത്തേലും പ്രൈസ് കൂടിയിരിക്കുകയാണ്. വളരെ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. ഇതിന് ഇപ്പോഴത്തെ പ്രൈസ് നമ്മുടെ മാർക്കറ്റിൽ 3900 dirhams ആണ്. A6400 വിത്ത് 1650 കിറ്റ് ലെൻസ്. അതെ ബെസ്റ്റ് പ്രൈസിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇതിന് വില മുമ്പത്തേലും കൂടുതൽ ഇപ്പോൾ വളരെ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണിത് സോണിയുടെ A6400. പിന്നെ ബ്ലോഗിങ്ങിൻ്റെ ആയിട്ട് വളരെ ചെറിയ നമ്മുടെ അടുത്ത് V1 ഇരിക്കുന്നുണ്ട്. ഉപയോഗിക്കുന്നത് ZV1
ZV1 ഇതിന്റെ ഇൻബിൽഡ് മൈക്ക് വരുന്നത്. അതെ ഇൻബിൽഡ് മൈക്കും ഇതിന്റെ ഫിക്സ് ലെൻസിന്റെ ക്വാളിറ്റിയാണ്. ഇതിന് 24-70 ഫിക്സ് 1.8 അപ്പേച്ചർ ലെൻസാണ്. അതുകൊണ്ട് ഇത് വ്ളോഗർമാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ക്യാമറ. 24-70ന്റെ 1.8 അപ്പേച്ചറുള്ള ലെൻസാണ് ഇതിന്റെ ഫിക്സ് ലെൻസ് ഉള്ളത്. സൂപ്പർ. അതുകൊണ്ടാണ് ഇത് വ്ളോഗർമാരുടെ ഇടയിൽ ഈ പിന്നെ യൂട്യൂബേഴ്സിന്റെ ഇടയിൽ ഈ സാധനം ഇത്രയും കത്തി നിൽക്കുന്നത് ZV1. അതായത് 24-70 ഫിക്സ് ലെൻസ് ആണ്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെങ്കിൽ 24-70ന്റെ 1.8 അപ്പേച്ചറിലുള്ള ലെൻസ്. ഒന്നുമില്ല, ചെറിയ അതെ യൂട്യൂബേഴ്സിന് 1.8 അപ്പേച്ചറിലുള്ള ലെൻസ് ആണ് ഫിക്സിൽ. 1.8 വൈഡ് എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മുടെ ഈ 24 അല്ലേ, 24 എന്ന് ഓൾമോസ്റ്റ് നല്ല വൈഡാണ്. 24-70 24 സ്റ്റാർട്ട് 70 വരെ. അതായത് നോർമൽ നമ്മുടെ 24 സോണിയുടെ 2.8 വരുന്നത്. 24-70 അത് തന്നെ നമുക്ക് പ്രൈസ് വരുന്നത് ഓൾമോസ്റ്റ് $7,000 ദിറംസ് വില 2.8-ന്. ആ 24-70 ഇത് ചെറുതാക്കിയിട്ട് നാനോ ആക്കി 24-70 1.8 അപ്പേച്ചറിലാണ് ഈ ZV1 അവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ V1ന്റെ പ്രത്യേകത. അതുപോലത്തെ നമ്മളടുത്ത് ZV-E10 ഉണ്ട്. ZV-E10 പക്ഷേ കൂടെ വരുന്നത് നമ്മുടെ ഈ 6400 വരുന്നത് പോലെ 1650 ലെൻസ് ആണ് വരുന്നതാണ്. അതും ഇപ്പോൾ അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് പ്രൈസ് റേഞ്ച് 3000 above ആണ് അതിന്റെ പ്രൈസ് റേഞ്ച്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ക്യാമറ Nikon Z50 ആണ്. Z50 അതാണ് അതാ ക്യാമറയാണ്. അതെ. ഓക്കെ, ഇത് നമ്മള് വാങ്ങിക്കാൻ നമ്മൾ ഒരുപാട് പേര് നമ്മൾ വീഡിയോ കണ്ടു ചോദിക്കലുണ്ട് ക്യാമറ ചെയ്ത് യൂസ് ചെയ്യണം. നമ്മളിത് ഈ ഒരു സംഭവമാണ് വാങ്ങിയിട്ടുള്ളത്. Z50 വിത്ത് 1650 കിറ്റ്. ഒരു സെക്കൻഡ്, ഞാൻ എൻ്റെ ക്യാമറയിൽ സെയിം ആട്ടോ, ഞാൻ ലെൻസിന് മാറിക്കാൻ വേണ്ടി ചെക്ക് ചെയ്താണ്. 1650 ആണ്, സെയിം കിറ്റ് ആണ്. ലെൻസാണ് നമുക്കും വന്നിട്ടുള്ളത്. ലെൻസ് നിങ്ങൾ ഇതിന്റെ പെർഫോമൻസ് ഇപ്പൊ നമ്മളെ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. ബെസ്റ്റ് ലെൻസ് ആണ്. ലെൻസും അതുപോലെ തന്നെ അത്യാവശ്യം വൈഡും കാര്യങ്ങളും. അതെ, നല്ല വൈഡാണ്. 16 ആണല്ലോ സ്റ്റാർട്ട് ചെയ്യും. 1650 നല്ല വൈഡ് ലെൻസ് ആണ് കൂടെ ഉള്ളത്. ഇതിന്റെ പ്രൈസ് നമുക്ക് റേഞ്ച് ഇപ്പോൾ ഓൾമോസ്റ്റ് 3000 above ആണ് വരുന്നത്. അത് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസ് തരും. ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഷബീർ ഇത് വാങ്ങിക്കുമ്പോൾ വളരെ കൂടിയ വിലയിൽ വാങ്ങിച്ചാണ് മുമ്പ് വാങ്ങിച്ചാണ്. ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, വാങ്ങിയത് ഏകദേശം 72-71 രൂപക്കാണ് നാട്ടിൽ നിന്ന് ഈ ഒരു സാധനം. ഇവിടെ നിങ്ങൾ 3000 ദിറംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിന് 60,000 സംതിങ്. പക്ഷേ ഇവരെ പ്രൈസ് പറഞ്ഞാൽ നല്ല പ്രൈസിന് ഒരു സാധനം. അതെ, നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് നല്ല പ്രൈസ് തരുന്നതായിരിക്കും. ഓക്കെ, അടുത്ത് നമ്മളിപ്പോൾ എൻ്റെ ഏകദേശം എല്ലാ മോഡലും നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ കുറച്ചുകൂടെ പ്രൊഫഷണലിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ R5 കനോണിൻ്റെ R5 ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഓൾമോസ്റ്റ് 14,000 above ആണ്. ബോഡിയാണ്, ബോഡിക്ക് 14,000 above നമ്മൾ 14,000 above ആണ് പ്രൈസ് വരുന്നത് കനോണിൻ്റെ R5. ഇതൊക്കെ എടുത്ത് കഴിഞ്ഞാണ്ടല്ലോ റേഞ്ച് ആട്ടോ. ഗൈസ്, നമ്മുടെ ക്യാമറൻ്റെ അതായത് നിങ്ങൾക്ക് മിറർലെസ്സും അതുപോലെ തന്നെ ഗോപ്രോയും അതുപോലെ തന്നെ DSLR ഒക്കെ പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുക്കുക. പിന്നെ നമ്മുടെ സ്ക്രീനിൽ നമ്മൾ നമ്പർ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിലുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാം. നമ്മളിതിൽ വീഡിയോയിൽ പ്രൈസ് എല്ലാത്തിനും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുള്ള മാർക്കറ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ ഇവർക്ക് മെസ്സേജ് അയക്കുക. ഞാൻ ഇക്കൻ്റെ നമ്പർ വാട്സപ്പിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇൻസ്റ്റാഗ്രാം ഫോളോ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു കിടിലം വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.